ഗൈസ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ബിക്കോസ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരാണോ ഉള്ളത്, ഉമ്മ ഉപ്പ അച്ഛൻ അമ്മ ആരാണോ നിങ്ങളുടെ അടുത്തുള്ളത്, അവർക്ക് ഓടിപ്പോയിട്ട് ഈ ഫോൺ ഒന്ന് കൊടുക്കുക. ഓക്കെ സെറ്റ്? യെസ്. സോ ഡിയർ പാരൻസ്, എൻ്റെ പേര് ഹനീന എന്നാണ് കേട്ടോ. നിങ്ങൾ പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവരുടെ മാത്സിൻ്റെ ടീച്ചറാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെ തിരക്കിലായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിലായിരിക്കും മക്കൾ വന്നിട്ട് ഫോൺ തന്നിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ കൂടുതൽ സമയമൊന്നും വേണ്ട, എനിക്ക് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം എനിക്ക് വേണ്ടിയിട്ടൊന്ന് തരണം. അതായത് നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളുടെ മക്കളുടെ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷനായി, നാളെ സ്കൂൾ തുറക്കാൻ പോവാണ്. നമ്മളുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് അവരുടെ ഒക്കെ ഓൺ എക്സാമിന്റെ പേപ്പേഴ്സ് കിട്ടും. ഈ പേപ്പേഴ്സ് കിട്ടുന്ന സമയത്ത് അവരെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കും പല പാരൻസും. എൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ എനിക്ക് ഓരോ ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്തും എൻ്റെ ഉമ്മ ഭയങ്കര എക്സൈറ്റഡാ. ഫുൾ മാർക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോവോ, ക്ലാസ്സിൽ തീരെ മാർക്ക് ഉണ്ടാവൂലേ, ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ആയി പോവോ, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ, അവൻ പഠിച്ച തന്നെയാണോ എഴുതിയത്, അല്ലെങ്കിൽ ഒന്നും പഠിക്കാണ്ടാണോ, എന്നെ പറ്റിച്ചതാണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നാളെ എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര മാർക്കൊന്നും നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കും ഉണ്ടാവില്ല. ചിലപ്പോൾ എ ഗ്രേഡ് വിചാരിച്ച കുട്ടിക്ക് ചിലപ്പോൾ ബി ഗ്രേഡ് ഒക്കെ ഉണ്ടാവുള്ളൂ, ബി ഗ്രേഡ് വിചാരിച്ച കുട്ടിക്ക് ചിലപ്പോൾ സി ഗ്രേഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അവർക്ക് കഴിവുകേട് കൊണ്ടോ, അവരുടെ കഴിവുകേട് കൊണ്ടോ, അല്ലെങ്കിൽ അവർ പഠിക്കാത്തത് കൊണ്ടോ, അവർ തിരിഞ്ഞു കളിച്ചതുകൊണ്ടോ, ഉറങ്ങിയതുകൊണ്ടോ ഒന്നുമല്ല. ബിക്കോസ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്, ഈ ഒരു ഓൺ എക്സാം എന്ന് പറയുന്നത് കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും 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 ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അത് നമ്മളെ മക്കൾക്ക് മാത്രമല്ല, ഏത് കുട്ടീനെ എടുത്തു നോക്കുകയാണെങ്കിലും ഏറ്റവും ടഫസ്റ്റ് എക്സാം, അവർ ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഈ ഒരു ഓൺ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ മാർക്കിൽ ഇത്രയും വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഉള്ളിൽ നമ്മളെക്കാളേറെ സങ്കടം ഉണ്ടാവും. എനിക്ക് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, മിസ്സേ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പിറ്റേന്ന് എക്സാം പേപ്പറിൽ ഒരക്ഷരം എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് അവർ പഠിക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല, അവർക്കറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ ഇപ്പം കണ്ടൊരു എക്സാം പേപ്പർ എന്ന് പറയുന്നത് പ്രീവിയസ് പാറ്റേൺ പോലെയല്ല. അവർ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വന്നത്. അതുപോലെ നമ്മൾ 7ാം ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മാത്സ് ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ അത്രയും കട്ടി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ബി ഗ്രേഡ് ആയിക്കോട്ടെ സി ഗ്രേഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇവർ മാർക്കിലാണെങ്കിൽ 40ൽ ഒരു 25ന്റെ മുകളിൽ ഇവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് ചേർത്ത് പിടിച്ച് പറയാം, എടാ സെറ്റാണടാ, ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല, അടുത്ത എക്സാം ഉഷാറാക്കിക്കോ, ഇത്രയും ടഫ് എക്സാം ആയിട്ട് നീ അടിപൊളിയായിട്ട് വാങ്ങില്ലേന്നൊന്ന് പറഞ്ഞിട്ട് അവരൊന്ന് ചേർത്ത് പിടിക്കുക കേട്ടോ. അല്ലാതെ അവർ വെറുതെ വഴക്ക് പറയരുത്. ബിക്കോസ് നമുക്ക് വഴക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അവരുടെ എക്സാം സാധാ പോലത്തെ ഒരു എക്സാം ആണെങ്കിൽ. പക്ഷെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത്രയും ടഫസ്റ്റ് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്, അവർ വഴക്ക് പറയരുത്. അവരൊന്ന് ചേർത്ത് പിടിച്ച് പറയാം, സെറ്റാണടാ, അടുത്തയിൽ നമുക്ക് റെഡിയാക്കാം, അടുത്തയിൽ നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്തായാലും ഇനി അടുത്തുള്ള എക്സാം, ഇനി ക്രിസ്മസ് ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, 9ൽ എത്തിക്കോട്ടെ, എത്രയിലെത്തിക്കോട്ടെ, എല്ലാ എക്സാമും ഈ ഒരു പാറ്റേണിലായിരിക്കും വരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി, ടെക്സ്റ്റ് ബുക്ക് മാറി, എല്ലാം മാറി. ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് നല്ലോണം ബേസിക്സ് അറിയുന്ന, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണോ അവർ പഠിച്ചത് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു ബോധമുള്ള കുട്ടിക്ക് മാത്രമേ നമുക്ക് ഇനി എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഏറ്റവും വിലയേറിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇതിപ്പം 3499ന്റെ ബാച്ച് 2299 ഇപ്പം കിട്ടാൻ പോകുന്നത്. പക്ഷേ നിങ്ങളിപ്പം പേ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പം തന്നെ പോയി പേ ചെയ്യേണ്ടി വരും, ഇപ്പം എങ്ങനെയാ ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാ ഞാനിപ്പോൾ ഇത് ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ സെപ്റ്റംബർ 8 വരെയേ ഉള്ളൂ ഈ ഒരു ഓഫർ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഓഫർ ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഇത്രമാത്രം ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ഫോം കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്ത് എല്ലാ കുട്ടികൾക്കും ഇനി നാളെ എക്സാം പേപ്പർ കിട്ടിക്കോട്ടെ, എക്സാം പേപ്പർ കിട്ടി എല്ലാ എക്സാം പേപ്പറും കിട്ടിയിട്ട് അവരെ വിലയിരുത്തിയിട്ട് അവർക്ക് എന്താ വേണ്ടത് നോക്കിയിട്ട് എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് എടുത്ത് കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് മക്കളെ പേരും അതുപോലെ ഫോൺ നമ്പറും ക്ലാസ്സും ഒന്ന് അടിച്ച് രജിസ്റ്റർ ചെയ്യുക.
അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് അവരൊരിക്കലും വിലയിരുത്താൻ പാടില്ല. ഈ ഒരു എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് അവരൊരിക്കലും വഴക്ക് പറയാൻ പാടില്ല. നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അവർ എങ്ങനെയാണോ ഗവൺമെന്റ് എക്സാം പേപ്പർ ഇടുന്നത് അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ റെഡി ആവണം. എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങളെ കുട്ടി എത്ര പഠിക്കാത്തവനായിക്കോട്ടെ 0 മാർക്കാണ് ഇപ്പൊ കിട്ടിയിട്ട് വന്നതെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഫുൾ മാർക്ക് പ്രാപ്തരാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നു. അത്രയും കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സസും തരുന്നത്. ബേസിക്സ് ക്ലാസ്സസ് ഉണ്ട്, പ്രാക്ടീസ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. അവർക്ക് സപ്പോർട്ടിനായിട്ട് ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, അവർക്ക് ക്ലബ്ബുകൾ ഉണ്ട്. എല്ലാം ഇവിടെ സെറ്റാണ്. നിങ്ങളൊന്ന് നിങ്ങളുടെ മക്കളെ ഞങ്ങളെ കയ്യിലേക്ക് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റാക്കും.